ഹായ് ഡേയ്സ്. ഇന്നത്തെ ക്ലാസ് ഞാൻ തരുന്നത് പ്രാർത്ഥന കൊണ്ട് നമ്മൾക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിത്യേന പ്രാർത്ഥിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ പ്രാർത്ഥിക്കും തോറും നമ്മുടെ ജീവിതം സംതൃപ്തമായി തീരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ നമ്മളെപ്പോഴും പ്രാർത്ഥന ഒരു ജീവിതശൈലിയാക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സ് നിർമ്മലമായതും ഉണർവുള്ളതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളൊരു ദിവസം തുടക്കമിടുകയാണെങ്കിൽ ആ ദിവസം മുഴുവനും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള വിശ്വാസം നമ്മെ കർമ്മനിരതരാക്കും എന്നുള്ളതാണ്. ഏത് ജോലിയും നല്ല ഉത്സാഹത്തോടു കൂടി ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കും എന്നുള്ളതാണ്. ഓരോ കർമ്മത്തിൽ മുഴുകും തോറും നമ്മൾ 2 മിനിറ്റ് മുമ്പ് പ്രാർത്ഥിച്ചാൽ ആത്മവിശ്വാസത്തോടെ ആ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ വിജയപ്രദമാക്കുവാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ മനസ്സിൽ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം ഉടലെടുക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും തോന്നും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സേവനം ചെയ്യാനുമായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ തിരിച്ചും അവരെ കൊണ്ട് നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ പ്രാപ്തരാക്കാനും നമുക്ക് കഴിയും. അപ്പോൾ രോഗം എന്നത് എല്ലാവർക്കും വരാവുന്ന ഒരു കാര്യമാണ്. അപകടങ്ങളും എല്ലാവർക്കും പറ്റാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് പ്രാർത്ഥനയിലൂടെ ഇത് മാറിക്കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കി എന്നാൽ ഇത് പ്രാർത്ഥനയിലൂടെ ഇത് പ്രാർത്ഥനയിലൂടെ ഇത് മാറിക്കിട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും എന്നുള്ളതാണ്. ഈ വിശ്വാസം രോഗത്തിൽ നിന്ന് പെട്ടെന്ന് വിമുക്തമാക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുൻകോപം, ഈർഷ്യ, പക, അസൂയ, അസഹിഷ്ണുത, ഭയം, അപകർഷത, കുറ്റബോധം തുടങ്ങിയ പ്രതികൂല ചിന്തകളെ അകറ്റി നിർത്താൻ നമ്മൾക്ക് കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സത്യം, ധർമ്മം, നീതി, ദയ, കരുണ, ക്ഷമ, സഹനം, പരസഹായം, സ്നേഹം തുടങ്ങിയ ക്രിയാത്മക ചിന്തകളെ വളർത്തിയെടുക്കാനും നമ്മൾക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. പ്രതിസന്ധികളെ സമചിത്തതയോടെ തരണം ചെയ്യാനും പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വ്യക്തിബന്ധങ്ങൾ പലരുമായിട്ട് വ്യക്തിബന്ധങ്ങളുണ്ട്. ഈ വ്യക്തിബന്ധങ്ങൾ ശക്തമാക്കാനും പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി പ്രവർത്തിക്കാനും പ്രാർത്ഥന നമ്മളെ എന്നുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാവരുമായി സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാൻ പ്രാർത്ഥന നമ്മളെ പ്രാപ്തരാക്കും. സർവോപരി ഇത് നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കുകയും നമ്മളെ ആരോഗ്യവാന്മാരാക്കി ഇരുത്താനും സന്തോഷവാന്മാരാക്കാനും പ്രാർത്ഥന സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശരിയായിട്ടുള്ളൊരു ജീവിതക്രമം വളർത്തിയെടുക്കാനും ജീവിത വിജയം കൈവരിക്കാനും പ്രാർത്ഥന നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന നിത്യോപയോഗ ജീവിതത്തിലൊരു ടൂൾസായി നമ്മൾ എടുക്കുകയാണ് എങ്കിൽ പൂർണ്ണമായിട്ടും ഒരു മനുഷ്യൻ എന്നതിൽ ഉപരി നമ്മൾക്ക് ഒരു ദൈവത്തോട് ഒരു ചാനൽ പോലെ പ്രവർത്തിക്കാനും നമ്മളുടെ ആശയവിനിമയങ്ങൾ ഈ ചാനൽ വഴി ദൈവത്തെ അറിയിക്കാനും അതോടൊപ്പം ദൈവം നമ്മിലേക്ക് സഹായഹസ്തങ്ങൾ നീട്ടാനും വളരെയധികം ഉപയോഗപ്രദമാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് നമുക്കുള്ള ഗുണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിയില്ല എന്നുള്ളതാണ്.